പ്രവർത്തിക്കാൻ കഴിയില്ല. അവനെ അയോഗ്യനാക്കുന്ന കാഴ്ച, അവനെ ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് തൽസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നുള്ള റദ്ദാക്കുന്ന കാഴ്ച. അതായത് രാജ്യത്തെ സംഘപരിവാരത്തിനെതിരെ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചേർത്തു എന്ന് പറഞ്ഞ് രാജ്യത്ത് തെളിവുകൾ നിരത്തുന്ന ജനപ്രതിനിധികൾ ഇനിയും നാവെക്കാൻ പാടില്ല, അവർ നാവടക്കാൻ പാടില്ല. ഈ നിയമനിർമ്മാണത്തിലൂടെ അവരുടെ നാവടക്കി വെക്കണമെന്നാവശ്യപ്പെട്ട് അവരുടെ കഴുത്തിൽ കത്തിവെക്കാനല്ലല്ലോ RSS. രാജ്യത്തിന്റെ പരമോന്നത ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കടന്നു വന്ന് വിയോജിപ്പുകളെയും വിമർശനങ്ങളെയും ഒരു സംഗീതമായി ആസ്വദിക്കുന്ന രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ, ആ ഭരണകർത്താക്കൾ പുതിയ നിയമനിർമ്മാണം നടത്തുന്നു. ശബ്ദിച്ചഴിഞ്ഞാൽ, മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യട്ടെ, ശരി ചെയ്യട്ടെ, 1 മാസത്തോളം ജയിലിൽ കിടന്നു അവന്റെ ജനപ്രാതിനിധ്യം തന്നെ റദ്ദാക്കുന്ന കാഴ്ച. നമ്മൾ പുതിയ നിയമങ്ങൾ കണ്ടു. എന്താണ് വഖഫ്? നമ്മൾ കണ്ടില്ല, രാജ്യത്ത് 9.4 ലക്ഷത്തോളം വരുന്ന വഖഫ് സ്വത്തുക്കൾ. ആ വഖഫ് സ്വത്തുക്കൾ രാജ്യത്തെ സംഘപരിവാർ പിടിച്ചടക്കാൻ ഇറങ്ങി തിരിച്ചത്. പണ്ട് വന്നിട്ട് എന്ത് ഇങ്ങനെ കൊണ്ടൊന്ന് വളഞ്ഞെടുത്താൽ മതിയായിരുന്നു RSSന്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വക്രീകരണത്തിലൂടെയോ വിഭജനത്തിലൂടെയോ വർഗീയ ധ്രുവീകരണത്തിലോ ഇറങ്ങേണ്ട സംഘപരിവാർ രാജ്യത്തിന്റെ പാർലമെന്റിൽ വഖഫ് അമെന്റ്മെന്റ് ആക്ട് പ്രഖ്യാപിച്ചു. വഖഫ് അമെന്റ്മെന്റ് ആക്ട് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ വിഷയം, അതിലേക്ക് കടക്കുന്നില്ല. അതായത് ഈ രാജ്യത്ത് നേരത്തെ ഏതെങ്കിലും വഖഫുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമുണ്ടായിരുന്നെങ്കിൽ കോടതിയുടെ കീഴിലുള്ള ട്രൈബ്യൂണലുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ പോകേണ്ടത് സംഘപരിവാർ നിയോഗിക്കുന്ന ജില്ലാ കളക്ടറുടെ മുന്നിലേക്കാണ്. ജില്ലാ കളക്ടർക്ക് മുന്നിൽ മാത്രമല്ല, ഇപ്പോൾ ഈ കാണുന്ന പള്ളിയിലെ ഇത് സർക്കാർ ഭൂമിയാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെന്നോ ആരെങ്കിലും ഒരു വാദപ്രഖ്യാപനം നടത്തിയാൽ അത് കളക്ടറിന്റെ മുമ്പിൽ പരാതി പോയി അതുമായി ബന്ധപ്പെട്ട കേസ് നടന്ന് അതിന്റെ പ്രഖ്യാപനം നടക്കുന്നതുവരെ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കാനോ നിസ്കരിക്കാനോ കഴിയാത്ത തരത്തിലുള്ള ഗുരുതരമായ വഖഫ് ഭേദഗതി നിന്ന് രാജ്യത്ത് നിയമമായി പാസാക്കിയിരിക്കുന്നു. രാജ്യത്ത് ചെറുപ്പക്കാർ വിചാരണ തടവുകാരായി. എത്ര ചെറുപ്പക്കാരാണ് പ്രിയപ്പെട്ടവരെ അനന്തരമായ ജയിൽവാസം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏകദേശം 5000-ഓളം വരുന്ന ചെറുപ്പക്കാർ 5 വർഷം പൂർത്തീകരിക്കപ്പെട്ട വിചാരണയില്ലാതെ, ശിക്ഷയില്ലാതെ റിമാൻഡ് പ്രതികളെന്ന് ആരോപിക്കപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ ജയിലുകളിൽ കഴിയുന്നത്. ആരെയും കൊന്നിട്ടല്ല,